അതെ, ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കിടിലൻ ടേസ്റ്റിലുള്ളൊരു സോസേജ് ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ. സോസേജ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇനി അത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ബട്ടറിലോ ഓയിലിലോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടറാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. കരിഞ്ഞു പോകരുത്, എന്നാൽ നന്നായിട്ട് ഫ്രൈ ആകുകയും വേണം. ഇനി ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റണം. ഇതൊന്ന് വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. ഈ ഒരു ടൈം എത്തുമ്പോൾ പൊടികളായിട്ട് ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സോസേജ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റ് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസേജ് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ കിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും